ഈ ഒരു മൃതദേഹത്തോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നീതിയുള്ളൊരു കാര്യം എന്തായിരിക്കും ശരിക്കും? മനുഷ്യനായിട്ട് കരുതാം. മനുഷ്യനായി അതോ അല്ലെങ്കിലും നാൽക്കാലിയുടെ ആണെങ്കിൽ അതോ ജീവിച്ചിരുന്ന ഒരു നാൽക്കാലിയാണെന്ന് കരുതാം. മനുഷ്യനാണെങ്കിലും മനുഷ്യനായിട്ട് തന്നെ കരുതാം. അവസാനം കാര്യം ചെയ്യാൻ പറ്റുന്നത് അവൻ എത്രത്തോളം നന്നായിട്ട് ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്നും യാത്രയാക്കാൻ കഴിയുമോ. ആരായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തീവ്രവാദിയാണെങ്കിലും വല്ല ക്രൂരനാണെങ്കിലും കൊലപാതകനും മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹമാണ്. ആ മൃതദേഹത്തോട് നമ്മൾ നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇന്ത്യൻ ആർമി വരെ ഒന്നും അനാദരവ് പോലും കാണിക്കാറില്ല. കണ്ടോ? അത് മൃതദേഹമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവന് എത്ര കാലമായിരിക്കും. മനുഷ്യന് അവസാന നിമിഷം ഇനി അവൻ ചെയ്യാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ട് അവന് പോവാണ്. അവന് പോലും അറിയല്ല ഇങ്ങനെ ഒരു ആത്മാവെന്ന് പറയപ്പെടുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ വാടക ശരീരം ഉപേക്ഷിച്ച് പോയി. ആ ശരീരത്തെ പൂർണ്ണമായ രീതിയിൽ ആദരോടെ ഓർമ്മ ഇവിടെ നിന്നേക്കും ഇല്ലാണ്ടാക്കാം. അത്രേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ജീർണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലൊക്കെ ശരീരങ്ങൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും അറപ്പുണ്ടായിട്ടുണ്ടോ? അയ്യോ, ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതിന്റെ ആവശ്യമില്ല. ഇത് ചെയ്തു തുടങ്ങുന്ന ആദ്യ സമയങ്ങളിലെങ്കിലും എപ്പോഴെങ്കിലും? ഇല്ല. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ വന്നതാ. ഞാൻ എന്താ എല്ലാവരും മാറി കണ്ടപ്പോൾ എന്താന്ന് പോലും ആ സമയത്ത് എനിക്കും അവിടെ വെച്ച് എനിക്ക് മരണമായിട്ടോ ദുർഗന്ധമായിട്ടോ എനിക്ക് വമ്മിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചെയ്തതിന് എനിക്ക് അങ്ങനെ വമ്മിച്ചുള്ള. പിന്നെ എനിക്ക് നിന്നവരങ്ങനെ തോന്നിയിട്ടില്ല. എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? ഒരു വിഷമൊക്കെ ഉണ്ടാവോ? ഇല്ല, സങ്കടപ്പെട്ടില്ല. പ്രേതഭൂത പിശാചുക്കൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരോ വയറ്റിപ്പഴപ്പാണ്. അത് ഓരോരോ വയറ്റിപ്പഴപ്പാണ്. അത് കഥ ഉണ്ടാക്കിയ സമൂഹത്തിൻ്റെയോ ആ കാലത്തെ മറ്റെന്തോ നേട്ടത്തിൻ്റെയോ വയറ്റിപ്പഴപ്പ് മാത്രമാണ്. സിമ്പിളായിട്ട് അങ്ങനെ ചിന്തിക്കുക. ഈ വേറെ സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ മരിച്ച കൊച്ചുൾപ്പെടെ പ്രേതമായിട്ട് വന്ന് പ്രതികാരം ചെയ്താൽ മതി. മനുഷ്യൻ ഭൂമിയിൽ നിലവിലുള്ളതിനേക്കാളും 10 ഇടങ്ങാണ് ഇരട്ടിയാണ് മരണപ്പെട്ടു പോയേക്കണം. എല്ലാവർക്കും ആത്മാവായിട്ട് വരാം. ഓരോരോ മനുഷ്യന്റെ മനസ്സിൽ തോന്നലും അവരവരെ ചിന്തകളുമാണ് പ്രേതത്തെ ഉൾക്കൊണ്ട് പ്രേതമായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പറ്റിയത് ആലുവ NAD വഴി ഒന്ന് വന്ന് നോക്കാം. നിങ്ങൾ ആലുവ HMT റോഡ് NAD വഴി ഒന്ന് വരുമ്പോ അവിടെ പമ്പ് ഹൗസ് എത്തുമ്പോൾ കുറച്ച് ആൽമരങ്ങൾ ഇവിടെ നിൽക്കണതാണ് സൈഡില്, അല്ലേ? ആല്, അതുപോലെ പാല, 2-3 ആലും ബാക്കിയൊക്കെ പാലയാണ്. 2-3 ആലുള്ളൂ. ആ ഇത് കഴിഞ്ഞാൽ ആല് കഴിഞ്ഞാൽ ബാക്കി പാല. ഈ ആലിൻ്റെ അടുത്ത് പ്രത്യേകത എന്താ? നമുക്ക് പോകുമ്പോൾ നല്ല ഒരു ബ്രെയിൻ, നല്ല ശ്വാസം കിട്ടും, അല്ലേ? ഈ പണ്ടേ ഈ വെളിച്ചൊക്കെ വന്നായിട്ട് മുമ്പ് ഈ വാഹന സൗകര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടാകുന്ന ഒരു കഥയുണ്ട്. പാലച്ചോട്ടിൽ യക്ഷിയുണ്ട്, പാലയിൽ പ്രേതമുണ്ട്. അതിന്റെ കഥ ഇതാണ്. ഇത് യഥാർത്ഥമായ കാര്യം ഇതാണ്. പണ്ട് കാലങ്ങളിൽ കാൽനട യാത്രകള് അല്ലെങ്കിൽ കുതിര, മറ്റേ കാളവണ്ടി, ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. യാത്രകൾ കൂടുതലും കാൽനടയായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിന് ചുവട്ടിലാണ് ആൾക്കാർ വിശ്രമിക്കാൻ സഞ്ചാരം അവസാനിച്ചിരിക്കണം. പണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുണ്ടായ ഒരു രോഗങ്ങളിൽ ഒന്നാണ് ആസ്മ, വലിവ്, ശ്വാസം മുട്ട്, ശ്വാസതടസ്സം. കാരണം പൊടി മറ്റു അനിയമിതമായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉള്ള പ്രായ ആൾക്കാർ വന്ന് വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കണത് ചിലപ്പോൾ പാലച്ചോട്, പാലയുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കും. ഈ പാലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്ന കാലം മുതൽ ഒടിഞ്ഞു പോണ കൊമ്പുകൾക്ക് മൂർച്ചയുണ്ടാവും. ഒടിഞ്ഞ് ഇരിക്കുന്ന കുറ്റികൾക്ക് മൂർച്ചയുള്ളതായിരിക്കും. തന്നെ ഒടിഞ്ഞ് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് മോനമായിട്ട് വന്ന ഇതാണ്ട് മരം എത്രത്തോളം ഉയർന്നു പോയാലും ഈ അടിയിൽ ചെറിയ ചെറിയ കുറ്റികൾ എന്തായാലും ഉണ്ടാവും. ഈ പാലട കുഴപ്പം എന്താ? ഭൂമിയിലുള്ള എല്ലാ ഓക്സിജനെയും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു. അപ്പൊ പാല പൂത്ത സമയമാണെങ്കിലാ ഈ യക്ഷി വന്ന സമയം എന്നാണെന്ന് ആൾക്കാർ പറയണം. പൂത്ത സമയമാണെങ്കിൽ ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ളൂ, ഓക്സിജൻ വലിച്ചെടുത്ത്. ആസ്മയൊക്കെ ഉള്ളവൻ ചിലപ്പോൾ വിശ്രമിക്കാതിരിക്കുന്നത് അവിടെ ആയിരിക്കും, ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനിരിക്കണം. ഈ 4-5 മണിക്കൂറും പ്രകൃതിദത്തമായ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ആസ്മ രോഗി വലിച്ചാൽ സ്വാഭാവികമായിട്ട് തളർച്ച, കൊഴിഞ്ഞ് വീഴും, നാടിഞരമ്പുകളിൽ ലൂസാവും, കുഴഞ്ഞു വീഴും. പിന്നെയും ഒരു 2-3 മണിക്കൂർ ശ്വസിച്ച ആൾ മരണപ്പെടും. ഇങ്ങനെ മരണപ്പെടുന്നത് വീണ വീഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടോ? അതാണ് യക്ഷി പിടിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ പ്രമാണം ഉണ്ടാക്കിയത്. അതാണ് യക്ഷി എന്നതാണ് യഥാർത്ഥ യക്ഷി. ഇതാണ് ലോജിക്കലായിട്ടുള്ള ഒരു പാലയിലുള്ള യക്ഷിയുടെ ഇതാണ് പാലയിലെ യക്ഷി. ആ വീണ വീഴ്ചയിൽ പരിക്കൾ പറ്റുമ്പോൾ ആൾക്കാർ അന്ന്, കാരണം കാൽനടയാണ് കൂടുതലും, വാഹനങ്ങൾ കുറവ്. ഈ വാഹനങ്ങളും വെളിച്ചു വന്നപ്പോൾ യക്ഷി പാല പിടിച്ചിട്ട് ആരും മരിച്ചു കണ്ടിട്ടുള്ള ഉണ്ടോ? എവിടെയെങ്കിലും പാല ചൂടാലും മരിച്ചെടുക്കണുണ്ടോ? ഇല്ല. കാരണം വാഹനങ്ങളായി, വാഹന സൗകര്യമായി, യാത്ര കറണ്ടായി, എല്ലാം വെട്ടോയി. ഈ ചില മരണങ്ങൾ, ദുർമരണങ്ങൾ നടന്ന വീടുകൾ, അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വീണ് മരിച്ച ഇതെന്തായാലും പ്രേതമായിട്ട് വരും. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കില് അവിടുത്തെ മൃതദേഹങ്ങൾ പ്രേതമായി വരും. അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ. ആ വഴി കൂടെ, അവിടെ അപകടം നടന്ന വഴി കൂടെ പോയാൽ ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു എന്നൊക്കെ. അത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതല്ലേ. എൻ്റെ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ഉദാഹരണമാണ് കാണിക്കാനുണ്ട്. അമ്മ വീടിൻ്റെ അവിടെ ഒരു കാർത്തികൻ എന്നൊരു ചേട്ടൻ മരിച്ചു. അപ്പം അമ്മ വെളുപ്പാങ്കാലത്ത് മീൻ വെക്കും, അച്ഛനും പോകും.
അപ്പോൾ അമ്മ ഒരു ദിവസം പോയപ്പോൾ കാർത്തികനെ കണ്ടു എന്ന് പറഞ്ഞ് പേടിച്ച്. അതെന്താ കാര്യം എന്ന് ഇപ്പം ഞാൻ പറഞ്ഞത്, അവർ കാരണന്മാർ വിശ്വസിക്കൂല. നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്, മരണപ്പെട്ട ഒരാളെ എൻ്റെ മുന്നിൽ കണ്ട്, എൻ്റെ പ്രകാശത്തിൽ കണ്ടത്, ഞാൻ അവരെ കണ്ട് വളവിൽ കണ്ടെന്ന് പറയണത് നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ തോന്നലും ചിന്തകളുമാണ്. നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് മരണപ്പെട്ട ആളെക്കുറിച്ച് നമ്മുടെ ശരീരം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ തനിച്ച് നടക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ആ കഥയുമായി ബന്ധപ്പെട്ട് 1-2 സുഹൃത്തുക്കളുടെ കൂടെ നടക്കുന്ന സമയം, ഒരു വാഴയുടെ ഒരു നിഴല് കണ്ടാൽ നമുക്ക് ആ നമ്മുടെ ഉപബോധ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ഇത്ര നേരം ചിത്രത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ചിത്രമായിട്ടാണ് ആ ഉപബോധ മനസ്സിൽ അവിടെ തോന്നുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തുരപ്പനോ മറ്റു ഉരകജീവികളോ നിലത്ത് എഴയണതോ അത് മറ്റേതെങ്കിലും ഒരു പക്ഷികൾ രാത്രി പോകുന്ന പക്ഷികളുടെ ഒച്ചയെങ്കിലും കേട്ടാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അതൊരു ആത്മാവാണെന്നും ആ ആത്മാവ് നമ്മൾ കണ്ട വ്യക്തിയാണെന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തുക. എൻ്റെ അനക്കമൊന്നും കേൾക്കണം. ഭയമുള്ളവൻ ഒരു വിജനമായ പ്രദേശത്തേക്ക് കൂടി ഒറ്റയ്ക്ക് നടന്നാൽ അവൻ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും, എന്ത് സൗണ്ട് കേട്ടാലും തിരിഞ്ഞു നോക്കും. ഭയമാണ് അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഉപമനസ്സിൽ അടങ്ങി കിടക്കുന്ന ഭയമാണ്. മനുഷ്യത്തിൽ ഇങ്ങനെ പഞ്ചേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിങ്ങനെ. അപ്പം ആ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ്, അതിലേതോ ഒരു സമയത്താണ് നമുക്ക് ഭയം അമിതമായി വരുന്നത്. ആ ഭയത്തിൽ കാണുന്ന ചിന്തകളെ, ആ പഞ്ചേന്ദ്രങ്ങളിൽ കാണുന്ന ചിന്തകളെ നമ്മുടെ കണ്ണിൽ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാളെ കണ്ട് എന്ന് നമ്മൾ സ്വയം നമ്മുടെ തലച്ചോറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയോ ഉറപ്പിക്കുകയാണ്. നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അങ്ങനൊരു സംഭവം ഇല്ല. ഉറപ്പായിട്ടും അങ്ങനൊരു സംഭവം ഇത്ര കാലത്തിനിടെ കണ്ടിട്ടില്ല നേരിട്ട്. ചേച്ചിക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെ ട്രെയിനൊക്കെ ഇടിച്ച് മരിക്കാറുണ്ടായിരുന്നു. ആദ്യം തോന്നിയിട്ടുണ്ട്, പക്ഷെ പിന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്നൊരു തോന്നൽ. ചേട്ടന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് പ്രേതത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കാണാത്ത സംഭവമില്ല. ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ഇങ്ങനെ ആത്മാവുണ്ടാവും എന്നുള്ളൊരിത്. ആത്മാവെന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ജീവന് പേര് കൊടുത്തേണ്ടല്ലോ ആത്മാവെന്ന്. അതിനാണ് ആത്മാവ് ഓരോരുത്തരാണ്. ഞാനും ആത്മാവെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ശരീരം വെടിഞ്ഞു പോകുന്ന നമ്മുടെ എന്തോ ഒരു എനർജി, ഈ ശരീരം പൂർണ്ണമായും ഒന്നുമല്ലാതാവുന്ന നിമിഷത്തെ അത് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഏതൊരു പ്രകാശത്തെ നമ്മൾക്ക് മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒന്നിനാണ് ഞാൻ ആത്മാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്നും ആത്മാവായിട്ട് ഇല്ല, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ചിന്തിക്കുക. കാരണം എത്ര കുടുംബങ്ങളുടെ മക്കള്, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി ഒക്കെ പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ ആത്മാവായിട്ട് വന്നൂടെ? ഈ പറഞ്ഞ മക്കളെ പഠിപ്പിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടാക്കി അവർ നേരത്തെ അരിയെങ്കിലും വെച്ച് കൊടുക്കാനുള്ള സാധിച്ചാൽ പോരെ? ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ നടക്കാത്ത, ഞാൻ ഏകദേശം ഞാൻ ഇപ്പോഴാണ് ഈ ഒരു 3-4 വർഷമായിട്ടുള്ള ഇപ്പം നടത്തം കുറഞ്ഞിട്ട്. ഞാൻ രാത്രി സഞ്ചാരിയാണ്. ഞാൻ ഇന്നൊരു ആത്മാവിനെ കണ്ടുള്ള. ഞാൻ എന്തോരം ശ്മശാന ദ്വീപ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, ഞാൻ അടുത്ത മൃതദേഹത്തിൻ്റെ ഒപ്പം കിടന്നിറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു ആത്മാവിൻ്റെ വിളിച്ചാൽ പറഞ്ഞ സാധനമാണെങ്കിൽ നമുക്ക് വിളിച്ചു വരുത്തി ചോദിക്കാറുണ്ട്, ഉണ്ടാന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ മറ്റേ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് സംഭവം. ആത്മാവ് തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അവരുടെ ചിന്താഗതിയിൽ രൂപപ്പെടുന്ന ഒരു കഥകളിലെ ഒരു കഥാപാത്രം മാത്രമാണ് ആത്മാവ്. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാലും, എത്ര വിദ്യാഭ്യാസമുള്ളവൻ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞാലും അതിന് യാതൊരു തരം ലോജിക്കില്ലാത്ത, ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞാൽ യോജിക്കില്ലാത്ത കാര്യം. പിന്നെ മരണപ്പെട്ടിട്ട് തിരിച്ചു വന്ന കഥകൾ ചിലർ ചോദിക്കും എന്നല്ലേ. പക്ഷെ ആളുടെ സെൽസുകൾ മരണപ്പെട്ടുള്ള എപ്പോഴും ആൾ മരണപ്പെട്ട് ജീർണിച്ചിട്ടാണ് ഈ പറഞ്ഞ ആളെ തിരിച്ചു വരേണ്ടി നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ മരണം സ്ഥിരീകരിച്ച, ഇപ്പോൾ ടോമി ചേട്ടൻ ഇവിടെ ഇൻക്വസ്റ്റിന്റെ സമയത്ത് ഡോക്ടർ മരണം സ്ഥിരീകരിച്ച ഒരു കേസാണ്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പുള്ള ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ക്യാമറ ഒന്ന് ഉണങ്ങിയപ്പോൾ ചെറുവിരലടങ്ങാനുണ്ട്. ഡോക്ടർ മരണം സ്ഥിരീകരിച്ച ആളാണ്. ആൾ ജീവനുണ്ടായിരുന്ന രക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അതിനുവേണ്ടി ജീവൻ രക്ഷിച്ചുകൊണ്ട് അവാർഡ് കിട്ടി. പോലീസ് ഫോട്ടോഗ്രാഫറാണ്. വിരലനങ്ങിയതാ. അപ്പം അതിൽ കുറേ കഥകളുണ്ടായിരുന്നു. പുള്ളി മരണപ്പെട്ട് വേറൊരു ലോകത്തോട് തിരിച്ചു വന്നാന്ന്. പുള്ളി മരണപ്പെട്ടു. പുള്ളിയുടെ സെൽസുകൾ മരണപ്പെട്ടുള്ള, അല്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന് ജീവൻ പൂർണ്ണമായിട്ടും പോലുള്ള ഹാർട്ട് ബീറ്റ് നിലച്ചുകൊണ്ട് മരണം സംഭവിച്ചതായില്ല. ഹാർട്ട് ബീറ്റാണ് ECG പ്രകാരം അവർ മരണം സ്ഥിരീകരിച്ചത് ആള്. പക്ഷെ അതിലെന്തോ ചിലപ്പോൾ മെഷീൻ വന്ന കൃത്രിമാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആയുസ് തുടങ്ങിയിട്ടില്ല, മരിക്കില്ല എന്നല്ലേ നമുക്ക് സമയമായിട്ടില്ല. അതത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഇങ്ങനെ മൃതദേഹം എടുക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. ഒരു ആള് ഞരമ്പ് മുറിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ. ആത്മഹത്യ ചെയ്തെന്നാണ് എല്ലാവരും ധരിച്ചതാ. പുഴയിൽ ചാടിയതാ. അദ്ദേഹം ഒരു രാത്രി മൊത്തം ഒഴുകി കിടക്കുക വെള്ളത്തിൽ, മൃതദേഹമായിട്ട് കമന്ന് കിടക്കുക. അതായത് മലന്നല്ല, കമന്ന് കിടക്കുക മൃതദേഹമായിട്ട്. ഒരു രാത്രി മുഴുവൻ പുഴയിൽ മുങ്ങിക്കിടന്നോ? പൊങ്ങിക്കിടന്ന് വെള്ളത്തിന്റെ മേലെ ഉപരിതലത്തിൽ.
അങ്ങനെ ബാറിൽ ആൾക്കാരൊക്കെ ആരാണ്ടാണ് കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞ പോലീസിനെ കൺട്രോൾ റൂമിലേക്ക്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ അവിടെ നിന്ന്, അതായത് മാർത്താണ്ഡവർമ്മ പാലം, ഇപ്പോഴത്തെ പാലമല്ല, മാർത്താണ്ഡവർമ്മ പാലത്തിൻ്റെ അവിടെ രണ്ടാമത്തെ തൂണിൻ്റെ അവിടെ കിടക്കുക അടുക്ക് പോണേൽ. അപ്പോൾ സോടെ മൃതമൊക്കെ വന്ന് നടക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയായിട്ട് ചെന്നിട്ട് ഇറങ്ങി. അപ്പോൾ സാറുമാരും വന്ന് പുഴയിൽ വണ്ടിയായിട്ട് വന്ന് മൃതദേഹം എടുക്കുമ്പോൾ ചെന്ന് ഞാൻ നീന്തി ചെന്നപ്പോൾ മൃതത്തിന് പിടിച്ചപ്പോൾ കൈ നല്ല ചൂട്. അപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആള് മരിച്ചല്ല. ഇല്ലടാ, നീ പയ്യെ കൊണ്ടാണ് എന്തായാലും, ഇന്നലെ പോലെ കിടക്കുന്നതല്ലേ, വേറെ എന്തെങ്കിലും തോന്നില്ല. ഇല്ല, നമ്മുടെ സാറ് ചൂടുണ്ട്, വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ചൂടുണ്ട് സാറിന് സാറന്മാർ മുകളിൽ അവിടെ പമ്പാണ്, ഭയങ്കര ഹൈറ്റാ, നല്ല ഹൈറ്റാ. ഒരു 4-5 സാറന്മാർ തൊട്ട് ഇറങ്ങി. പിന്നെ അവൻ വലിച്ചു കൊണ്ടുവന്ന് മുകളിൽ കയറ്റിയപ്പോഴേക്കും ആള് ജീവനായിരുന്നു. വേഗം ഞാൻ അപ്പുറത്തോട് കയറി വണ്ടി എടുത്ത് സാർമാരുടെ അടുത്ത് ഒരാളടുത്ത് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. വണ്ടി അവിടെ കിടക്കണം. വണ്ടി എടുത്ത് വന്ന് അതിന് ഞാൻ കയറി വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ആള് രക്ഷപ്പെട്ടു, ജീവൻ ഒക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. അത് ആളുടെ സമയമായിട്ടില്ല, ജീവൻ പോകാനുള്ള സമയമായിട്ടില്ല, ആണ് കാരണം. ഇദ്ദേഹമാണോ മറ്റേ പൈസ ഇല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ രക്ഷിച്ച് 6000 രൂപയുടെ ബില്ല് കൊടുത്തത്? അത് അല്ല, അത് ട്രീറ്റ്മെന്റ് ചെയ്ത ബില്ല് കൊടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹമായിരിക്കുമല്ലോ അദ്ദേഹം. അത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ പൈസ ഒരു രക്ഷപ്പെടുത്തിയ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പൈസ കൊടുക്കണം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കുറേ നേരം, കാരണം 6 രൂപ പോലും ഇല്ലാണ്ട് ദാരിദ്ര്യവും പട്ടിണിയും നാളെ ബാങ്കിൽ ലോണും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ആണ് പുള്ളി ആത്മഹത്യ ചെയ്തേക്കണം. ആ ആളുടെത്താണ് 6000 രൂപ ബില്ല് കൊണ്ടേ കൊടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെ വിളിച്ച അമ്മക്കും മുത്തിക്കൊക്കെ തെറിയായിരുന്നു പുള്ളി, നല്ല തെറിയായിരുന്നു പുള്ളി. അതോടെ ജീവന്റെ കാര്യം ആരാരും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതിന്റെ വീട് കണ്ട നമുക്ക് സഹിക്കൂല, അത്രയും ഗതി. കാരണം ഒരു ഗതിയിലാണ് വിദ്യാഭ്യാസ ലോൺ അടക്കാനായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാ. അപ്പൊ ആളോടാണ് ജോലിയില്ല, ഒന്നുമില്ല. ആളാണ് വിളിച്ചിങ്ങനെ പറയാം 6000 രൂപ കൊടുത്ത അന്നത്തെ എമൗണ്ട് 6000 രൂപ സാര കാര്യമല്ല. അദ്ദേഹത്തെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? പ്രാവശ്യം കണ്ടിരുന്നു. എന്നിട്ട് എന്തോ പറഞ്ഞു? അതൊക്കെ വിട്ട, അത് ഇപ്പൊ ജീവിക്കണ്ട എന്തായാലും. പിന്നെ അത് കഴിഞ്ഞപ്പോ ജീവിക്കണം അറിയില്ല. അതിന് ശേഷം മരണപ്പെട്ടെണ്ണ അതൊന്നും നമുക്ക് കൃത്യമായിട്ടില്ല. ചിലവർ മരണപ്പെട്ടെന്ന് പറഞ്ഞ് വീണ്ടും ആത്മഹത്യ എന്ന് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനും കഴിയില്ല. ചിലവർ പറഞ്ഞ് ഇപ്പോഴും നന്നായിട്ട് ജീവിക്കണ്ടെന്ന് പറഞ്ഞു. പലരും വാക്കാനുള്ള അത് ആ സമയത്ത് പോയി നമ്മൾ പിന്നെ എപ്പോഴും കാണുമ്പോൾ സാർമാർ, ആ ബാച്ചിലിൻ്റെ സാർമാരെ കാണുമ്പോൾ നീ പറഞ്ഞാൽ പുള്ളിയുടെ കാര്യമില്ല. അത് അവർക്ക് ഒരു ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു എന്താ പറയുക, ഇത്ര ഒരാളുടെ ജീവനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് തെറിയായിട്ടുണ്ടാവില്ല. അപ്പോൾ സാർമാരുടെ അനുഭവത്തിലും അത് കേട്ടൊരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് മറക്കൂല അല്ലേ, ഒരിക്കലും മറക്കൂല. നമ്മൾ ഒരാളുടെ ജീവനെ രക്ഷിച്ചു. അപ്പോൾ അതിന് കയറി അമ്മയ്ക്കാണ് തെറി പറയണം, 1-2 അല്ല തെറി. അന്നത്തെ ഫോണിലെ റെക്കോർഡൊന്നും ഇല്ലാതായി പോയി, അന്നത്തെ റെക്കോർഡ് ഫോണില്ലാത്തണ്ടായി പോയി. പിന്നെ ആമാരെ തീരാറുണ്ടിരുന്ന ഫോൺ വഴിയാണല്ലേ കിട്ടിയത്? പുള്ളി അല്ല, പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു.